വെൽക്കം ബാക്ക് ടു ആൻസ്റ്റാസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണാഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഞങ്ങളും ഒരു കുഞ്ഞി പൂക്കളൊക്കെ ഇടാൻ വേണ്ടി തീരുമാനിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 500ഓളം സബ്സ്ക്രൈബേഴ്സ് ആവാറായി. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പൂക്കളം വരച്ച് തുടങ്ങണേക്കാളും മുന്നേ നമ്മുടെ പൂക്കളം അവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റേച്ചുകുട്ടി ഇതേ പൂക്കളായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ചാരി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കളം നമ്മൾ വരയ്ക്കാൻ പോവാണ്. (2026) നമ്മുടെ പൂക്കളത്തിന്റെ ബോർഡർ വരച്ചിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മഴയൊക്കെ നന്നായി പെയ്തു തുടങ്ങി. നല്ല മഴ ആയിട്ടുണ്ട്. നമുക്കിത് വരച്ചിട്ട് ഇതാക്കിയായിരുന്നു. നമ്മൾ വരച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ റേച്ചുട്ടി അടിഭാഗം മൊത്തം നല്ല സൂപ്പറായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒന്ന് വരച്ച് കാണിച്ചെടുത്തേ. വരച്ച് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തോണ്ട് ഈ അടുത്ത അടിയിലില്ല. അങ്ങോട്ട് ഇങ്ങനെ അടിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ റേച്ചിട്ടിയുടെ കൈയൊന്ന് നമുക്ക് കാണട്ടെ. റേച്ചിട്ടിയെ കൈയൊന്ന് കാണിച്ചെടുക്കും. നമുക്ക് പിന്നെ വരയ്ക്കാം. കൈയൊന്ന് കാണിച്ചെടുക്കൂ. ഭംഗിയുണ്ടല്ലേ? ഏതൊക്കെ കളറാന്ന് പറഞ്ഞിടത്തെ? ബ്ലൂ ഉണ്ടെന്ന് പറ. ബ്ലൂ ഉണ്ട്. ഗ്രീൻ ഉണ്ടെന്ന് പറ. ഗ്രീൻ ഉണ്ട്. യെല്ലോ ഉണ്ടെന്ന് പറ. ബാക്കി ഇവിടെ മുഴുവൻ നല്ല ഭംഗിയിൽ വരച്ചിട്ടുണ്ട്. എല്ലാം നല്ല വരച്ച് കൊള്ളാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് തുടച്ച് വൃത്തിയാക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ കളം ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ഹെവി ആയിട്ടൊന്നുള്ള ഡിസൈൻ ഒന്നുമല്ല, സാധാ ഒരു ഡിസൈനാണ് നമ്മൾ കൊടുത്തേക്കണേ. അപ്പൊ ഇനി നമുക്ക് പൂക്കളൊക്കെ ഇട്ട് തുടങ്ങാം. അപ്പൊ നമ്മുടെ പൂക്കളം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് സെൻട്രൽ പോർഷൻ നമുക്ക് കഴിയാറായിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യത്തെ പൂക്കളം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏതാണ്ട് ഇപ്പൊ ഒരു 9 മണി ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും നമ്മള് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് പൂക്കളൊന്ന് കാണാം. പൂക്കളിട്ട് കഴിയുമ്പോഴേക്കും ക്ഷീണായി ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഇതിന്റെ ഒക്കെ ഭംഗിയൊക്കെ നോക്കിയിട്ട് ഇരിക്കുകയാണ്.